ഇന്നലെ വലിയ വാർത്തയായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ ആശുപത്രി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വാർത്ത വരികയാണ്, ഫ്രണ്ട് പേജിലെ വാർത്ത. അതിലുണ്ടായത് അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോർപ്പറേഷൻ ഭാഗമായിട്ടുള്ള ഒരാൾ കാപ്പ കേസിൽ ചുമത്തി ജയിലിൽ കിടക്കുകയാണ്. അല്ല, ക്രിമിനൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ്, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടല്ല. ആ ക്രിമിനൽ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കൽത്തുറുങ്കിൽ കിടക്കുന്ന ഒരു കൗൺസിലറെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇപ്പോഴ് കൗൺസിൽ നടക്കേണ്ടുന്ന സമയം കഴിഞ്ഞിട്ടും ആഴ്ചകൾ കഴിഞ്ഞിട്ടും കൗൺസിൽ വിളിക്കുന്നില്ല. സത്യപ്രതിജ്ഞാ പ്രശ്നം പറയുന്നുണ്ട്, കോടതി അസാധുവാക്കിയ പ്രശ്നം പറയുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ തുടർച്ചയായി സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി നിലപാട് സ്വീകരിക്കണം. ഈ കാപ്പ കേസിൽ ജയിലിൽ കിടക്കുന്ന ആളെ ഒഴിവാക്കുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കണം. കാരണം അദ്ദേഹത്തിന് മൂന്നാമത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഒഴിയുമെന്നുള്ള കാര്യം വെച്ചുകൊണ്ടല്ല, യോഗം നിർത്തി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു മാറ്റം വേണം. പുറത്ത് ജനങ്ങളുടെ സമരമുണ്ട്, ഉള്ളിൽ കൗൺസിലർമാരുടെ സമരമുണ്ട്. ആ കൗൺസിൽ സമരത്തിൽ ചവിട്ടി കയറിയിട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ കുഴപ്പമുണ്ടാക്കിയത്. മേയർ ഉൾപ്പെടെ, ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ അതെല്ലാം കഴിഞ്ഞ് പത്രസമ്മേളനമൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങേ ഭാഗത്ത് സ്ത്രീ സഖാക്കൾ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർക്ക് മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ട്, ചവിട്ടിൻ്റെ ഭാഗമായിട്ട് എല്ല് പൊട്ടി എന്നുൾപ്പെടെയുള്ള തല പൊട്ടി എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ വന്നപ്പോൾ അവസാനം അവരും ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കും പരിക്ക് പറ്റി എന്ന് പറഞ്ഞിട്ട് പോകുന്ന നില സ്വീകരിച്ചു. ഈ സംഘർഷം യഥാർത്ഥത്തിൽ അവിടെ കോർപ്പറേഷൻ മേയറും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള BJP-ക്കാർ ഉണ്ടാക്കിയ സംഘർഷമാണ്. അല്ലാതെ അവിടെ സത്യാഗ്രഹം നടക്കുന്നതിന് മുമ്പിൽ ചവിട്ടി കയറി പോകേണ്ട യാതൊരു കാര്യവും സാധാരണ കേരളത്തിൽ ഉണ്ടാവാറില്ല. അതാണ് അവിടെ നടന്നത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള ശക്തിയായ പ്രതിഷേധം രൂപപ്പെട്ടു വന്നപ്പോഴാണ് ഇവരും പോയി ആശുപത്രിയിൽ കിടക്കുന്ന നിലയിലേക്ക് സംഭവങ്ങൾ മാറിയത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. ക്ലാസ് കിട്ടിയിട്ടുണ്ട്. അതാണ് അത് ചവിട്ടിയതിൻ്റെ ഭാഗമായിട്ട് അതിനെ പറഞ്ഞ് ചവിട്ടുന്ന കാലമുണ്ടല്ലേ, ചവിട്ടിയിട്ടാണ് പരിക്ക് പറ്റിയത്. അവരെ എല്ല് പൊട്ടുന്ന രീതിയിൽ ചവിട്ടിയാൽ ഇവർ ചവിട്ടി കയറിയല്ലേ ഇത് മുമ്പോട്ടേക്ക്. LDF കൗൺസിലർമാരെ അവരെ മാറ്റിയല്ല, അവരെ മേലെ കൂടി കയറുക ചെയ്ത്. അപ്പോഴാണ് കാലെല്ലാം പൊട്ടിയത്. ആരെ കാല് അവിടെയുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ കാല് അതൊക്കെ ഉണ്ടായത്. അതാ സംഭവം. വായിച്ചിട്ടുണ്ടാവും. ഇത് വായിക്കാതിരിക്കുന്ന പ്രശ്നം വരുന്നില്ല, എല്ലാം വായിച്ചിട്ടുണ്ട്. പക്ഷേ വായിച്ചിട്ടുണ്ടെങ്കിലും എന്താ ഉദ്ദേശം എന്താണ്? നികുതി 120% കുറച്ച് വലിയ ലാഭം ഉണ്ടാക്കാൻ ഈ പറയുന്ന കമ്പനിക്ക് അനുവാദം നൽകുക എന്നുള്ളതാണ്. ആ ഉന്നം വെച്ചുകൊണ്ടാണ് VD സതീശൻ എന്ന മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാക്കന്മാരോട് പോലും ചർച്ച ചെയ്യാതെ, UDF-ൻ്റെ നേതാക്കന്മാരോട് പോലും ചർച്ച ചെയ്യാതെ നേരിട്ട് അവിടെ ബഡ്ജറ്റായിട്ട് അവതരിപ്പിച്ചു. ഇതിൻ്റെ പിന്നിൽ പിന്നെ എന്താണ് അന്വേഷിക്കേണ്ടത്? ഇത് 3 ദിവസം കൊണ്ട് ഈ തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കി ആരോടും പറയാതെ ഇങ്ങനെ ഒരു ഡീല് നടത്തുന്നതിന് പിന്നിൽ അഴിമതിയല്ലാതെ വേറെ എന്താണ് ആരോപിക്കുക? അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഫിനാൻസ് ബില്ല് കൂടി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇനി UDF-ലെല്ലാം എവിടെ ചർച്ച ചെയ്താലും ഒരു സംശയവും വേണ്ട, അതിന് അവർക്ക് കോടതിയിൽ പോയിട്ട് വാങ്ങാനുള്ള സൗകര്യം ഒരുക്കി എന്നാണ് അതിൻ്റെ പച്ച മലയാളം. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുമ്പേ ഞങ്ങൾ തീരുമാനിച്ചതാണ്. ഈ പറയുന്ന ഗോവയിലെ അനുഭവം കൂടി വെച്ചുകൊണ്ട് നമുക്ക് ഈ കശുമാങ്ങ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഈ മദ്യം, വീര്യം കുറഞ്ഞ മദ്യം ഉപയോഗിക്കാം. അല്ല, അത് തുടർന്ന് മുന്നോട്ടേക്ക് പോയി. അപ്പോഴേക്ക് ഞാൻ പിന്നെ മന്ത്രിയല്ലാണ്ടായി. അത് തുടർന്ന് മുമ്പോട്ടേക്ക് വന്നു. ആ തുറന്ന് വന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ പിന്നീട് ഫയലുകൾ വന്നത്. അല്ല, ഞാൻ അവസാനത്തെ 3 മാസവും 5 മാസം അല്ല 3 കൊല്ലവും 5 മാസം മുമ്പുള്ള ഫയൽ അവിടെ തന്നെ കിടന്നു. ആ ഫയൽ അനങ്ങിയില്ല. പിന്നെ ആ ഫയലിൻ്റെ മേലെ ഒരു നിലപാടും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് സ്വീകരിച്ചില്ല. അല്ല, അവിടെ വെച്ചു, എടുത്തില്ല. വീര്യം കുറഞ്ഞ മദ്യത്തെ സംബന്ധിച്ചും വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി സംബന്ധിച്ചും യാതൊരു തരത്തിലുള്ള നിലപാടും പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യത്തിൽ മുന്നോട്ടേക്ക് പോയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 3 കൊല്ലവും 5 മാസവും അവിടെ കിടന്നു. അതാണ് ചിത്രം. ഈ PM ശ്രീയിൽ